ഹലോ, കുറേ പേര് എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ചിട്ട് കേട്ടോ, വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു മഴ എങ്ങനെയുണ്ട് എന്നുള്ളത്. തിരുനാവായത്തെ ഒരു മൊത്തത്തിലുള്ളൊരു അന്തരീക്ഷമാണ്. നമുക്ക് തിരുനാവായ അമ്പലമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ തിരുനാവായ അമ്പലത്തിൽ പോയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഉള്ളിൽ എത്രത്തോളം വെള്ളമുണ്ട് എന്നുള്ളത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ. കുത്തി വിളിച്ച് വരികയാണ്. ഞാൻ ഇന്നലെ ഒരു പട്ടാമ്പി പാലത്തിൻ്റെ വീഡിയോ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിയാൽ മതി, അതിൻ്റെ ഒരു കാഠിന്യം എത്രത്തോളം ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ. നമ്മൾ തിരുനാവായ എന്ന് പറയുമ്പോൾ ഇവിടെ തിരുനാവായ എത്തുമ്പോൾ ഭാരതപ്പുഴ നിളയായിട്ട് മാറുന്നുണ്ടല്ലോ. നിളയൊക്കെ ആകെ കോപിച്ച് ആകെ ഉഗ്രരൂപിണിയായിട്ടാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നോക്കി രണ്ട് സൈഡിലും മുട്ടിയിട്ടുണ്ട്. നമ്മളുടെ പടവുകളിലോട്ടൊക്കെ ഇങ്ങനെ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കുത്തി ഒഴുകിയിട്ടാണ് വെള്ളം വരുന്നത് കേട്ടോ. നല്ലോണം അടിയൊഴുക്കുണ്ട്. ഈ സമയത്ത് കുറേ ജീവികളൊക്കെ ഒഴുകി വരാറുണ്ട്. ജീവികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പുകളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒഴുകി വരും. അപ്പം എല്ലാവരും ഒന്ന് കെയർഫുൾ ആയിരിക്കുക. പ്രത്യേകിച്ച് നിളയുടെ തീരത്ത്, ഭാരതപ്പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരെല്ലാം നന്നായിട്ട് കെയർഫുൾ ആയിരിക്കുക. എന്തെങ്കിലും ഇൻഫോർമേഷൻസ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് മൂവ് ചെയ്യണം കേട്ടോ. അതായത് സ്വന്തം വീടുകൾ നോക്കിയിരിക്കാണ്ട്, ഞാൻ എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ്, വീടുകളിൽ അതാണ് സേഫ് എന്ന് ആരും വിചാരിക്കേണ്ട. എന്തെങ്കിലും ഇൻഫോർമേഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെടുത്ത് മാറി താമസിക്കാനോ ഏതെങ്കിലും ഒരു ഹോപ്പ് നമുക്കെപ്പോഴും അതാണല്ലോ. അത് നമ്മളുടെ ജീവനാണ് എപ്പോഴും വാല്യൂ ഉള്ളത്. അപ്പം ബാക്കിയുള്ള സാധനങ്ങൾ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം നമ്മുടെ ജീവൻ്റെ ഇത് നോക്കിയിട്ട് നമ്മൾ സേഫ് ആവുക, നമ്മളുടെ കൂടെയുള്ള ആൾക്കാരെയും സേഫ് ആക്കുക, കുട്ടികളെയൊക്കെ സേഫ് ആക്കുക, ആനിമൽസൊക്കെ ഉണ്ടെങ്കിൽ അവരെയും സേഫ് ആക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ എപ്പോഴും നിങ്ങൾ മാറി താമസിക്കാൻ പോകുന്ന സമയത്ത്, അതായത് വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മുടെ കൂടെയുള്ള ആനിമൽസിന് അത് പ്രത്യേകം ഒന്ന് പറയുകയാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ തീരത്തുള്ള ആൾക്കാർ, ഭാരതപ്പുഴയുടെ തീരത്തുള്ള ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഭാരതപ്പുഴയ്ക്ക് ഏറ്റവും കൂടുതൽ വിട്ടുണ്ടാവുന്ന സ്ഥലമാണ് ഈ തിരുനാവായ അമ്പലത്തിൻ്റെ ഈ ഏരിയ കേട്ടോ. അതായത് ഈ ഒരു വളവുണ്ട് അവിടെ, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും. അപ്പം കണ്ടില്ലേ എന്തോരം കുത്തി ഒഴുകിയിട്ടാണ് വെള്ളം വരുന്നത്. നമുക്ക് തിരുനാവായ ഭാഗത്ത് ഇന്ന് രാവിലെ സമയങ്ങളിൽ കുറച്ച് നേരം വെള്ളമല്ല മഴ ഉണ്ടാവുന്നില്ല കേട്ടോ. അപ്പം ആ സമയത്ത് നമുക്ക് വെള്ളം പുഴയിലുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പുഴയിൽ വെള്ളം കുറവാണ്, അടിയൊഴുക്ക് കുറവാണെന്ന് ആരും വിചാരിക്കരുത്. മഴ എന്നുണ്ടെങ്കിൽ, അതായത് നമുക്ക് തിരുനാവായായിരിക്കും മഴ ഇല്ലാത്തത്. പാലക്കാട് ഭാഗങ്ങളിലും തൃശ്ശൂർ ഭാഗങ്ങളിലും നല്ലോണം മഴ പെയ്യുന്നുണ്ട് ആ സമയത്ത്. അങ്ങനെ മഴ പെയ്യുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ പൊതുവെ നമുക്ക് തിരുനാവായയിൽ കൂടെ മാത്രമല്ലല്ലോ ഈ പുഴ ഒഴുകുന്നത്. അപ്പോൾ ഒഴുകുന്ന ഭാഗം എവിടുന്ന് ഭാരതപ്പുഴ വരുന്നോ, അതായത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നോ അവിടെ മുതലുള്ള വെള്ളം ഉണ്ടല്ലോ, അതായത് ആ ഒരു ഒഴുക്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത്രയും നന്നായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ ഈ എത്രത്തോളം, അതായത് നമുക്കറിയാം തിരുനാവായ കുറേ സിനിമകളിലൊക്കെ കാണുന്നതല്ലേ. അപ്പോൾ ആ വേലികൾ നോക്കിയാൽ മതി എത്രത്തോളം വെള്ളം ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് അപ്പം മനസ്സിലാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. എല്ലാവരും കെയർഫുൾ ആയിരിക്കുക, എല്ലാവരും സേഫായിട്ടിരിക്കുക, ആർക്കും ഒന്നും വരാതിരിക്കട്ടെ എന്ന് തന്നെയാണ് ഈ സമയത്ത് പറയുന്നത്. നല്ലോണം വെള്ളമുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നൊക്കെ ആയിട്ട് വെള്ളമുണ്ട്. ഇങ്ങനെ വെള്ളം കാണാൻ വേണ്ടിയിട്ട് ഇനി ആരും അങ്ങോട്ടേക്ക് ചാടിത്തുള്ളി പോകരുത്. അതും ശ്രദ്ധിക്കുക. നമ്മുടെ കൂടെ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞിട്ട് നമുക്ക് പറ്റിയെന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും കെയർഫുൾ ആയിട്ടിരിക്കണം, എല്ലാവരും വീട്ടിൽ സേഫ് ആയിട്ടിരിക്കണം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാറി തന്നെ പോകണം കേട്ടോ. അതിന് ആരും ഒരു മടിയും വിചാരിക്കരുത്. അപ്പോൾ നന്നായിട്ട് വീട്ടിൽ നമ്മൾ ഒതുങ്ങിയിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.